ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ രേവതി എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും സച്ചി അതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് രവിയെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതി ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ കിടന്നുറങ്ങുന്നത് നിനക്ക് സഹിക്കുന്നില്ല അല്ലടി? എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല, ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കില്ല, ഞാൻ എന്നും കുടിച്ചിട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ, സച്ചേട്ടനോട് ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വാ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന്. എനിക്കൊന്നും വേണ്ട, പോ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ സോഫയിൽ വീണു പോകുന്നുണ്ട്. ഇതൊക്കെ ആരാ ഈ നടക്കുന്ന വഴിയെ കൊണ്ടിട്ടത് എന്നും പറഞ്ഞാൽ അവിടുന്ന് എണീറ്റ് പോകുമ്പോൾ മറ്റൊരു സോഫയിൽ വീണ് ഉറങ്ങി പോവാണ് കേട്ടോ. അത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ചിരിയാണ്. ഇത് കാണുമ്പോൾ രേവതി ചോദിക്കും, അമ്മയ്ക്കിപ്പോൾ സന്തോഷമായല്ലോ? അതേടി, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലും ഏകദേശം തിരക്കേടില്ല. ഞാനേ നിന്നെ ഇവിടുന്ന് പുറത്താക്കുന്ന വിചാരിച്ചേ, അതധികം താമസിക്കാതെ തന്നെ അവൻ പുറത്താക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, മകൻ കുടിച്ചു വരുമ്പോൾ ഇത്രയും സന്തോഷിച്ച് നിൽക്കുന്ന അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുക. അവൻ കുടിച്ചതിലല്ല, എനിക്ക് നിന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിച്ചതില്ല സന്തോഷായേ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോകുക. അതിനുശേഷം രേവതി സച്ചിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ആ കൈ ഇങ്ങനെ പിടിക്കുക കേട്ടോ. എന്നിട്ട് പറയും, സച്ചേട്ടാ എന്നെ എത്ര വേണമെങ്കിലും വേദനിപ്പിച്ചോളൂ, എൻ്റെ സച്ചേട്ടനല്ലേ, പക്ഷെ ഈ ഒറ്റപ്പെടലുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ ദൈവമല്ലേ, ദൈവം ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് കരയുവാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് രവി എക്സസൈസ് ഒക്കെ ചെയ്ത് വരുമോ വന്ന് സച്ചിയുടെ അടുത്ത് ഇരിക്കും കേട്ടോ. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴാണ് എത്തിയേ, നേരം വൈകിയോ എന്ന്. അച്ഛൻ ഉറങ്ങാൻ പോയതിൻ്റെ ശേഷമാണ് വന്നത് എന്ന് പറയുമ്പോൾ, മോള് വന്നതിന് ശേഷമാണ് ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയത്, അതിന് മുൻപേ ഒക്കെ ഇവൻ എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് ആദ്യ പിടിച്ചിരിക്കലായിരുന്നു എൻ്റെ പണി എന്നും പറഞ്ഞ് ആ വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് അങ്ങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ രേവതി അങ്ങ് പോകും. ആ സമയത്ത് രവി ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി അങ്ങ് പെട്ടെന്ന് ഞെട്ടി ഉണരുവാണ്. എന്താടാ, എന്താ നീ വല്ല സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഇല്ലച്ചാ, നീ ഇന്ന് പോകുന്നുണ്ടോ? ആ പോണം എന്ന് പറഞ്ഞിട്ട് മുഖം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി ഒരു കപ്പ് കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സച്ചി രേവതിയെ നോക്കിയിട്ട് പറയും, ഭർത്താവ് പറഞ്ഞതനുസരിക്കാത്ത ഭാര്യമാരുള്ള വീട്ടിൽ നിന്ന് ഒന്നും കുടിക്കാൻ പാടില്ല, അവർക്ക് കോഫിയോ ചായയോ ഒന്നല്ല വേണ്ടത്, മദ്യ, അത് പുറത്തുനിന്ന് കിട്ടും, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞങ്ങ് പോകുവാണ്. ആ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ ഭയങ്കര വിഷമാണ്. അങ്ങനെ നിൽക്കുന്നിടത്തേക്ക് ചന്ദ്ര വന്നിട്ട് ചായ ചോദിക്കുന്നുണ്ട്. അവൻ വാങ്ങി കുടിക്കുന്നത് കണ്ടില്ലല്ലോ അങ്ങ് പറഞ്ഞത് രവി പറയുന്നുണ്ട്, ചന്ദ്രയെ മതി, ഒന്ന് നിർത്ത്, കട തുറന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. അതേസമയം നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, സച്ചേട്ടൻ ഇന്നും കുടിച്ചിട്ടാ വരാൻ തോന്നുന്നു, അച്ഛനോട് പറയുന്നത് കേട്ടല്ലോ, അച്ഛൻ ഇന്നലെ കുടിച്ചത് അറിഞ്ഞിട്ടില്ല, അതേതായാലും അച്ഛനോട് പറഞ്ഞേ പറ്റുള്ളൂ, അതിനിപ്പോൾ എന്താ ഒരു വഴി. എന്നിട്ട് നേരെ സച്ചി പോയി കാറിൻ്റെ കീ ബെഡിലിട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോവേ. ആ സമയത്ത് ആയിരിക്കും നമ്മുടെ രേവതി ഇതും ചിന്തിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കീ കാണുകയും മനസ്സിലിങ്ങനെ ഓർക്കാണ്, കാറിൻ്റെ കീ ഒളിപ്പിച്ച് വെക്കാം, അപ്പോൾ സച്ചേട്ടൻ വരുമ്പോൾ എല്ലായിടത്തും അന്വേഷിക്കും, കണ്ടു കിട്ടാത്തുമ്പോൾ അച്ഛനോട് എന്തായാലും ചോദിക്കും, അപ്പോൾ അമ്മ തന്നെ പറഞ്ഞോളൂ ഇന്നലെ കുടിച്ചത് കൊണ്ടാ മറന്നുപോയെന്ന്. സച്ചേട്ടനെ കുടിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും അമ്മ പാഴാക്കത്തില്ലല്ലോ, അങ്ങനെ അച്ഛൻ അറിയും ഇന്നലെ കുടിച്ചിരുന്നെന്ന്, അപ്പോൾ ഇന്ന് നല്ല വഴക്ക് കിട്ടിക്കോളും, അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആ കീ എടുത്ത് മാറ്റുവാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര ചായം കുടിച്ച് ഭയങ്കര ചിരിച്ചിരിക്കണേ. അത് കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര സന്തോഷമെന്ന്. എല്ലാം മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ കാറിൻ്റെ കീ നോക്കുവാണ്. അപ്പോൾ ആ ബെഡിൽ കാണില്ല കേട്ടോ. ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്, അല്ലെങ്കിൽ ഹാളിലാണോ എന്ന് പറഞ്ഞിട്ട് നേരെ രവിയും ചന്ദ്രയും ഇരിക്കുന്ന ആ ഹാളിൻ്റെ അവിടെ പോയിട്ട് തപ്പുവാണേ. അത് കാണുമ്പോൾ രവി ചോദിക്കും, എന്താ നീ തപ്പുന്നേ? അല്ലച്ചാ, കാറിൻ്റെ കീ കാണുന്നില്ല, അപ്പോൾ അത് നിനക്ക് വെച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് ഇവിടെയാണോ എവിടെയോ ആണോ എന്നറിയില്ല എന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്ര കയറി ഗോളടിക്കുന്നുണ്ട്. ചന്ദ്ര പറയും, അതിനെ ഇന്നലെ ബോധം ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സച്ചിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പോഴേക്കും രേവതി മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ രവി ചോദിക്കും, മോളെ ഇന്നലെ ഇവ എങ്ങനെയായിരുന്നു വന്നത്? 2 കാലിൽ നടന്നിട്ട് എന്ന് പറയും സച്ചി. ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്, മോളെ നീ പറ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവളുടെ നിൽപ്പ് കണ്ടില്ലേ, ഇന്നലെ ഇവൻ ബോധമില്ലാതെയാണ് വന്ന്, നിങ്ങൾ നേരത്തെ കിടന്നതുകൊണ്ട് നിങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല,
അവിടെ നിൽപ്പ് കണ്ടാൽ അറിയാലോ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ രവിയോട് സച്ചിക്ക് നല്ലത് കേൾക്കുന്നുണ്ട് കേട്ടോ. നിന്നോട് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല. നീ ഇന്നലെ കുടിച്ചോ? ഇച്ചിരി അച്ഛാ എന്ന് പറയുമ്പോൾ നീ എത്രത്തോളം കുടിച്ചെന്ന് എനിക്ക് മനസ്സിലാവും. എത്രയോ തവണ നിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. രേവതി, നീ വേണം ഇവനെ പറഞ്ഞു തിരുത്താൻ. ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇവൻ ഇനി കുടിച്ചു വരുമ്പോൾ നീ വാതിൽ തുറക്കണ്ട, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് പറയണേ. ആ സമയത്തൊക്കെ സച്ചിക്ക് സംശയമുണ്ട് കേട്ടോ, രേവതിയാണോ എടുത്തു വെച്ചതെന്ന്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഇന്നലെ രാത്രി അടുക്കളയിലേക്ക് വന്നിരുന്നല്ലോ, ഞാൻ കാറിന്റെ കീ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോയെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണേ. പിന്നീട് നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ആ കീ എടുത്തിട്ട് വരിക. ഇതാ കാറിന്റെ കീ അടുക്കളയിൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്ന രവി പറയും, അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടോ മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയാൻ. ഇന്നിപ്പോൾ കാറിന്റെ കീ മറന്നു, ഇനി നാളെ നീ കാറ് തന്നെ മറക്കുമല്ലോ, ഇങ്ങനെ പോയാൽ എന്താവും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോഴൊക്കെ രേവതിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുക കേട്ടോ സച്ചി. ഇതാ കീ എന്ന് പറയുമ്പോൾ സച്ചി അത് തട്ടി വാങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി പാത്രം കഴുകുകയായിരിക്കും കേട്ടോ കിച്ചണില്. അപ്പോൾ അവിടേക്ക് സച്ചി വരുന്നുണ്ട്. സച്ചി പറയും, ഞാനേ ഇന്നലെ കുടിച്ചിട്ടുണ്ടെങ്കിലും ബോധം പോയിട്ടില്ല. ഇന്നലെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടേ ഇല്ല. നീ എന്നോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് സോഫയിൽ വന്ന് കിടന്നു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമ്മുടെ രേവതി മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ ആ കീ എടുത്ത് ഒളിപ്പിച്ച് വെച്ചതാ, എന്തിനാ? എൻ്റെ അച്ഛൻ അറിയാൻ വേണ്ടിയിട്ട്. അതിനായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ, അതെ, നിങ്ങൾ ഇന്നലെ കുടിച്ചതേ അച്ഛനെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഇന്നും നിങ്ങൾ കുടിച്ചിട്ട് വരും. കുടിച്ചാൽ പിന്നെ നിങ്ങൾ കുടി നിർത്തത്തേ ഇല്ല. കുടിച്ചിട്ടിപ്പോൾ എന്തിനാ ശരീരം നശിപ്പിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞത് കേട്ടില്ല, എൻ്റെ മനസ്സേ കേടായി, ഇനി ശരീരം കേടുവന്നാൽ നിനക്കെന്താ എന്നും ചോദിച്ചങ്ങ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെ ഫീലിങ്സ് ആണ് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മുടെ സച്ചി ഒരു ട്രിപ്പ് പോവാണ്. ആ സമയത്ത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് കരയായിരിക്കും കേട്ടോ. നിങ്ങളാണോ ബുക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാറിൽ കയറുന്നത്. കുറച്ചു നേരം സച്ചി നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മാഡം എന്തിനാ കരയുന്നത്? ഞാൻ കുറേ ചോദിക്കേണ്ട എന്ന് വിചാരിച്ചു, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്തിനെങ്ങനെ കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും ഒന്നും പറയുന്നില്ല. പിന്നെ പറയും, അത് കുടുംബ പ്രശ്നമാണ്, എന്താന്ന് പറയൂ, എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. എൻ്റെ ഏട്ടന് പനി വന്നിട്ട് ഇപ്പോൾ ICUല എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല, കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. അതല്ല പ്രശ്നം, എൻ്റെ ഏട്ടനും ഭർത്താവും തമ്മിൽ ഒരുപാട് കാലമായിട്ട് മിണ്ടുന്നില്ല, അവർ തമ്മിൽ തെറ്റിലാണ്. ഭർത്താവ് ഏട്ടനോട് മിണ്ടാത്തത് കൊണ്ട് എന്നോടും മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കാം. ഞാനും എൻ്റെ ഏട്ടനെ കണ്ടിട്ടും വിളിച്ചിട്ടൊക്കെ കുറേ കാലമായി. ഞാൻ ഏട്ടനെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ കയറ്റില്ല ഭർത്താവ്. എൻ്റെ ഏട്ടൻ കുഞ്ഞിലെ മുതലേ എന്നെ നോക്കിയതും വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എൻ്റെ ഏട്ടനാ. ആ ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ എങ്ങനെയാ കാണാൻ പോവാതിരിക്കുക എന്ന് പറഞ്ഞ് കരയാണ്. ആ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞതൊക്കെയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.